वृंदावन लाल वर्मा हिंदी के नाटककार तथा उपन्यासकार थे. वृंदावन लाल वर्मा हिंदिയിലെ നാടകകൃത്തും നോവലിസ്റ്റുമായിരുന്നു. ഹിന്ദി ഉപന്യാസ് के विकास में उनका योगदान महत्वपूर्ण है. ഹിന്ദി നോവലുകളുടെ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. വേ പ്രേംചന്ദ് പരമ്പര കെ ലേഖക് ഹെ. അദ്ദേഹം പ്രേംചന്ദ് പരമ്പരയിലെ ലേഖകനാണ്. इतिहास, कला, पुरातत्व, मनोविज्ञान, मूर्तिकला और चित्रकला में भी इनकी विशेष रुचि रही. ചരിത്രം, കല, പുരാതത്വ ഗവേഷണം, സൈക്കോളജി, മൂർത്തികല, ചിത്രകല എല്ലാറ്റിലും അദ്ദേഹം തൻ്റെ രുചിവൈഭവം തെളിയിച്ചിട്ടുണ്ട്. उन्होंने अधिकांश രചനയും ഐതിഹാസിക और सामाजिक पृष्ठभूमि पर लिखी है. അദ്ദേഹത്തിൻ്റെ അധിക രചനകളും ഇതിഹാസപരവും സാമൂഹ്യപരവുമായ പൃഷ്ഠഭൂമിയിലാണ് അദ്ദേഹം എഴുതിയത്. अपनी कहानी में आपने अपने संघर्षमय जीवन की गाथा कही है. अपनी कहानी എന്ന രചനയിൽ താങ്കളുടെ സംഘർഷപൂരിതമായ ജീവിതത്തെക്കുറിച്ചാണ് എഴുതിയത്. BA की परीक्षा उत्तीर्ण करने के बाद इन्होंने कानून की पढ़ाई की और झांसी में वकालत करने लगे. BA പരീക്ഷ പാസ്സായതിനു ശേഷം അദ്ദേഹം വക്കീലാവാൻ വേണ്ടി പഠിച്ചു. പിന്നെ ഝാൻസിയിൽ വക്കാലത്ത് ചെയ്യാൻ തുടങ്ങി. 1909 ईस्वी में सेनापति ऊदल नामक नाटक छपा जिसे तत्कालीन सरकार ने जब्त कर लिया. 1909 അദ്ദേഹം എഴുതിയ നാടകമായിരുന്നു സേനാപതി ഊദൽ. അത് അന്നത്തെ സർക്കാർ നിരോധിച്ചു. ഭാരത് സർക്കാർ ദ്വാരാ ഉന്നെ പത്മഭൂഷൺ സെ അലങ്കൃത് കിയാ ഗയാ. ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ സമ്മാനം കൊണ്ട് അദ്ദേഹത്തെ അലങ്കരിച്ചിരുന്നു. ഇൻകി ഭാഷ അത്യന്ത സഹജ് തഥാ പാത്രാനുകൂൽ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ ലളിതവും കഥാപാത്രങ്ങൾക്ക് യോജിച്ചതുമായിരുന്നു. ജിസ്മേ ആഞ്ചലിക് ശബ്ദോं का प्रयोग किया गया है. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ ആഞ്ചലിക് ശബ്ദ് നാടൻ ഭാഷകളാണ് കൂടുതൽ പ്രയോഗിച്ചിരുന്നത്. പ്രമുഖ രചനയും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകൾ ലഗൻ, സംഗം, പ്രത്യാഗത്, മൃഗനയനി, ദബേ പാവ്, മേഡക്ക, ബ്യാ, അംബുർ കെ അമർ വീർ, അങ്കുട്ടി കാ ദാൻ, ശരൺഗത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ശരണാഗത് ശീർഷക് കഹാനി വൃന്ദാവൻ ലാൽ വർമ്മ ദ്വാര ലിഖിത് ഹെ. ശരണാഗത് എന്ന ഈ കഥ വൃന്ദാവൻ ലാൽ വർമ്മ എഴുതിയതാണ്. इस कहानी में भारतीय संस्कृति के श्रेष्ठ जीवन मूल्यों की स्थापना करते हुए शरण में आए अर्थात शरणागत की रक्षा को परम धर्म माना गया है. ഈ കഥയിൽ ഭാരത സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം അതിനെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ അഭയം തേടി വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ധർമ്മം എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥയാണിത്. कहानीकार ने रज्जब नामक एक कसाई का पेशा करने वाले व्यक्ति तथा उसकी पत्नी की कहानी के बहाने मानवतावाद की स्थापना की है. കഥാകാരൻ രജ്ജബ് എന്ന ഒരു കശാപ്പുകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കഥ പറയുന്നതിലൂടെ മാനുഷികത്വത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. कसाई होने के कारण रज्जब तथा उसकी बीमार पत्नी को रात बिताने के लिए कोई भी व्यक्ति स्थान नहीं देता. കശാപ്പുകാരനായതുകൊണ്ട് തന്നെ ആ കാരണത്താൽ അദ്ദേഹത്തിനും തൻ്റെ രോഗിയായ ഭാര്യയ്ക്കും ആരും ആശ്രയം നൽകിയിരുന്നില്ല. അവർക്ക് രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു വ്യക്തിയും സ്ഥലമോ ആശ്രയമോ നൽകിയില്ല. വേ ആശ്രയ की खोज में इधर उधर भटकते रहते हैं. എന്തെങ്കിലും ഒരു ആശ്രയം കിട്ടാൻ വേണ്ടി അവർ അലഞ്ഞു നടന്നു, പല സ്ഥലത്തിലൂടെ അലഞ്ഞു നടന്നു. പത്നിക്ക് ദശ അത്യന്ത ഗംഭീർ थी. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നില വളരെ ഗുരുതരമായിരുന്നു. ഹർ കോയി ഉസ്കി ജാതി പൂച്ച്കർ ആശ്രയ ദേനെ സെ ഹിച്കിച്ചാ ജാതാ था. എല്ലാവരും അവരുടെ ജാതി ചോദിച്ച് അവർക്ക് ആശ്രയം കൊടുക്കുന്നതിൽ മടി കാണിച്ചിരുന്നു. ऐसे में एक लघु वाद विवाद के बाद इस दंपति को राजा ठाकुर के पावर में शरण मिल जाती है. അങ്ങനെ
ഒരു ചെറിയ വാദവിവാദങ്ങൾക്ക് ശേഷം സംസാരങ്ങൾക്ക് ശേഷം രാജാ ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തൊരു ആശ്രയം കൊടുക്കുകയാണ് ഇവർക്ക്. राजा ठाकुर के साथी रज्जब की खोज में उसी के द्वार पर आ जाते हैं और विचार व्यक्त करते हैं कि रज्जब नामक कसाई के धन को लूटना उनका उद्देश्य है. രാജാ ഠാക്കൂറിൻ്റെ സുഹൃത്ത് രജ്ജബിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ധനം കൊള്ളയടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തൻ്റെ വിചാരം വ്യക്തമാക്കുകയാണ്. രാജാ ഠാക്കൂർ താ തോ ഉൻകാ സാത്തി ഹി पर शरणों में आए किसी भी व्यक्ति को शिकार नहीं बनने देना चाहता था. രാജാ ഠാക്കൂറിൻ്റെ സുഹൃത്താണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രജ്ജബിനെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് രാജാ ഠാക്കൂറിൻ്റെ തീരുമാനം. അവരെ ഇരയാക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. वो उन्हें टालकर बेच देता है और यह तर्क भी देता है कि कसाई की कमाई अशुद्ध होती है और उसे लूटना उचित नहीं. അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കും, കശാപ്പുകാരൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അശുദ്ധമായിരിക്കും, അതിനെ കൊള്ളയടിക്കുന്നത് ഉചിതമായിരിക്കുകയില്ല. जब रजत ठाकुर का पावर छोड़कर एक किराए की गाड़ी में ललितपुर की ओर निकलता है तो अंधेरा होता ही उन लुटेरों की चपेट में आ जाता है. അങ്ങനെ ഇരിക്കെ രജബ് ഠാക്കൂറിൻ്റെ അടുത്ത് നിന്ന് പോയി ഒരു വാടക വണ്ടിയിൽ ലളിത്പൂരിലേക്ക് പോകുന്ന വഴിയിൽ രാത്രിയായപ്പോൾ ഈ ലുട്ടേരോങ്കെ ചപ്പേട്ട് മേ ആ ജാത്താ ഹെ, ഈ കൊള്ളയടിക്കാരൻ്റെ കണ്ണിൽ കൊള്ളയടിക്കാരൻ്റെ അടുത്താണ് ഇവർ എത്തിപ്പെടുന്നത്. वे उसे लूटने ही वाले थे कि एकाएक राजा ठाकुर आ जाता है और हस्तक्षेप करने लगते हैं. അവർ രജബിനെ കൊള്ളയടിക്കുന്നതിന് മുമ്പ് തന്നെ രാജാ ഠാക്കൂർ അവിടെ എത്തി ഇവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. कहानीकार ने स्थापित किया है कि राजा ठाकुर तथा उसके साथी भले ही लुटेरे थे, परंतु लुटेरों में भी मानवता होती है. രാജാ ഠാക്കൂറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൊള്ളയടിക്കാരാണ്, പക്ഷേ കൊള്ളയടിക്കാരിലും മനുഷ്യത്വമുണ്ടെന്ന് സ്ഥാപിക്കുവാനായിട്ടാണ് ഈ കഥയിലൂടെ കഥാകാരൻ ശ്രമിച്ചത്. ठाकुर के साथी रज्जब को लूटने के निर्णय में अडिग थे. ഠാക്കൂറിൻ്റെ സുഹൃത്ത് രജബിനെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം ദൃഢമായിരുന്നു. പരന്തു എന്നാൽ വോ ഉസെ അപ്നാം ശരണാഗത് മാൻതാ ഥാ. പക്ഷേ രാജാ ഠാക്കൂർ രജബിനെ തൻ്റെ അഭയാർത്ഥിയായിട്ടാണ് കണ്ടത്. ഉസ്കാ നിർണയ് യേ ഥാ കി കിസി ഭി ശരണാഗത് കി രക്ഷ കർണ ഹമാരാ പരം ധർമ്മ ഹെ. ഏതൊരു അഭയാർത്ഥിയെയും സംരക്ഷിക്കുക എന്നത് തൻ്റെ പരമമായ ധർമ്മമായി രാജാ ഠാക്കൂർ കണ്ടിരുന്നു, അങ്ങനെ വിശ്വസിച്ചിരുന്നു. രജബ് ഭലേ ഹി ഏക് രാത് കെ ലിയെ ഉസ്കെ യഹാം ശരൺ ലീ ഥി. രജബും ഭാര്യയും ഒരു രാത്രി മാത്രമാണ് അവരുടെ അഭയാർത്ഥിയായി നിന്നത്. പരന്തു ഥാ തോ വോ ഉസ്കാ ശരണാർത്ഥി ഹി. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭയം തേടി വന്നവരാണല്ലോ അവർ. വോ സാത്തിയോं को आदेश देता है. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് ആജ്ഞാപിക്കുന്നു. സബ് ലോഗ് അപ്നെ ഘർ ജാओ. എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോകൂ. രാഹ്ഗീറോं को തംഗ് മത് കർണ. വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്താതെ, അവരെ ഉപദ്രവിക്കാതെ എല്ലാവരും വീട്ടിൽ പോകുമെന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്ക് ഓർഡർ നൽകുന്നു. इस प्रकार कहानीकार ने शरणागत की रक्षा को सबसे ऊपर बताया है. ഇതുപോലെ അഭയാർത്ഥികളുടെ രക്ഷ ഏറ്റവും പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണിത്. യഹി കാരൺ ഹെ കി ഇസ് കഹാനി കാ ശീർഷക് ബി ശരണാഗത് രഖാ ഗയാ ഹെ. അതുകൊണ്ടായിരിക്കും ഈ കഥയ്ക്ക് ശരണാഗത് എന്നൊരു തലക്കെട്ട് അദ്ദേഹം കൊടുത്തത്. ജോ ബിൽക്കുൽ സാർത്ഥക് തഥാ സട്ടീക് ഹെ. ഈ ശരണാഗത് എന്ന് പറയുന്ന തലക്കെട്ട് ഈ കഥയ്ക്ക് യോജിക്കുന്നതും അത് വളരെ സാർത്ഥകവുമായ ഒരു തലക്കെട്ടായിട്ടാണ് കാണുന്നത്.